Hello, welcome to Sensor School of Life Sciences. Today we shall discuss certain questions on December 2023 Part B evening shift. First question, the tri-SN RNP particle is composed of first U1, U4 and U3 SNRNPs, U2, U4, U3 SNRNPs, U3, U6 and U5 SNRNPs, U4, U6 and U5 SNRNPs. See, this question, it is related to splicing. There are 4 classes of introns. Removal of class 1, 2 and 4 introns require not any kind of proteins. So removal of introns in these groups of introns is known as self-splicing or auto-splicing. About this, I discussed in another video. See, this particular question is related to splicing of group 3 introns, known as pre-mRNA, which requires spliceosome complex. What is spliceosome complex? It involves, it has subunits, different subunits. It's a spliceosome complex, subunit. It's made out of subunits called SNRNP. ഒരു SNRNPയിൽ SNRNയും പ്രോട്ടീനും ഉണ്ട്. അപ്പോൾ ഇവിടെ സ്പ്ലൈസോസോം കോംപ്ലക്സ് ആണ്. അതിൽ ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഉണ്ട്. ഓരോ യൂണിറ്റും SNRNP. ഓരോ SNRNPയിൽ എന്തുണ്ട്? SNRന്റെ തന്നെ പ്രോട്ടീൻ. അപ്പോൾ ഇവിടെ ഡിഫറെൻറ്റ് SNRNP ഇതൊക്കെയാണ് U1, U2, U4, U5, U6. റിമെമ്പർ ദർ ഇസ് നോ U3. റിമെമ്പർ. പക്ഷെ U3 ഇൻവോൾവ്സ് ഇൻ സ്പ്ലൈസിങ് ഓഫ് pre-rRNA. അത് വളരെ റയറായിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ജനറൽ ആയിട്ടൊന്ന് ചോദിച്ചാൽ U3 സ്പ്ലൈസിയോസോം കോംപ്ലക്സിൽ ഇല്ലാത്തതാണ്. ഇപ്പൊ എന്തുകൊണ്ട് SNRNPയെ U ചേർത്ത് പറയുന്നത്? ബിക്കോസ് SNRNA seen in SNRNP is uridine rich. അതാണ് കാര്യം. ഓക്കെ, ദെൻ നമുക്കിനി സ്പ്ലൈസിങ് സിഗ്നൽ നോക്കാം. സ്പ്ലൈസിങ് സിഗ്നൽ എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, സ്പ്ലൈസിങ് ടു occur mRNA has specific sequence. You see the figure. This is the mRNA which is to be spliced. ഇതിൽ 5' ഉണ്ട്, ഇവിടെ 3' ഇവിടെ mRNA. ഇവിടെ ആ സ്പ്ലൈസ് സിഗ്നൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഇതാണ് എന്താ സ്പ്ലൈസ് ഡോണർ സൈറ്റ്. അപ്പോൾ നമുക്ക് mRNAയുടെ 5' ഉണ്ട്, ഇത് എവിടെയാണ് 3' ഉണ്ട്. ഓക്കെ, പക്ഷെ ഇതെന്താണ് 5' എൻഡ് സ്പ്ലൈസ് സൈറ്റ് എന്ന് പറയും. 5' എൻഡ് സ്പ്ലൈസ് സൈറ്റ് ഇവിടെ. അപ്പോൾ സ്പൈസ് ഡോണർ സൈറ്റ് ഇത്, അതായത് ഇൻട്രോൺ ഇത്രയും ദൂരം ഇൻട്രോൺ ആണ് അല്ലേ, ഇൻട്രോൺ. അപ്പോൾ ഇവിടെ വെച്ച് സ്പ്ലൈസ് ചെയ്യണം, ഇവിടെ വെച്ച് കട്ട് ചെയ്യണം. അപ്പോൾ ഇത് സ്പ്ലൈസ് ഡോണർ സൈറ്റ്, ഇത് സ്പ്ലൈസ് അക്സെപ്ഷൻ സൈറ്റ്. ഈ സ്പ്ലൈസ് ഡോണർ സൈറ്റ് ആണ് ഏത് 5' എൻഡ് സ്പ്ലൈസ് സൈറ്റ്. ഇത് 3' എൻഡ് സ്പ്ലൈസ് സൈറ്റ്. ഓക്കെ, ഇതിനെ പറഞ്ഞ് ബ്രാഞ്ച് സൈറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഇതൊക്കെ ഡെഫിനറ്റ് സിഗ്നൽ, സ്പ്ലൈസിങ് സിഗ്നലാണ്. അതുപോലെ പിരമിഡൻ റിച്ച് ആയിട്ടുള്ള ഒരു ഏരിയ. പിരമിഡൻ റിച്ച് ഏരിയ എവിടെയാണ് കാണുന്നത്? എവിടെയാണ്? 3' സ്പ്ലൈസ് സെറ്റിനടുത്താണ്. അപ്പൊ ഇതെല്ലാം ഓൾ ദീസ് ക്വസ്റ്റ്യൻസ് ആർ ഫ്രീക്വന്റ്ലി ആസ്കിങ് ഇൻ വേരിയസ് കോമ്പറ്റേറ്റീവ് എക്സാം. അപ്പൊ ഇതില് ഇവിടെ നോക്കാം, 5' സ്പ്ലൈസ് സൈറ്റിൽ എന്താ? GU എന്താ, ദെൻ പ്യൂരിൻ, അത് അഡിനിനോ ഗ്വാനിൻ പ്യൂരിൻ. ദെൻ പിന്നെ എന്താണ്? അഡിനിൻ ഗ്വാനിൻ യുറാസിൽ. ഇവിടെ അപ്പൊ ഇവിടെ ഓർക്കേണ്ടത് ഇൻട്രോൺ എപ്പോഴും തുടങ്ങുന്നത് GU. ഓക്കെ, അപ്പൊ ഇത്രയും ഈ സിഗ്നൽ സീക്വൻസ് 5' ഇൻ സ്പ്ലൈസ് സൈറ്റിലെ സിഗ്നൽ സീക്വൻസ് ഏറ്റവും പ്രധാനമായിട്ട് ഓർക്കേണ്ടത് GU. ഓൾവേസ് എൻ ഇൻട്രോൺ ബിഗിൻസ് വിത്ത് GU. ദെൻ ഇതാണ് എന്താ 3' സ്പ്ലൈസ് സൈറ്റ്. എന്താണ്? NCAG. അതില് ഏറ്റവും പ്രധാനമായിട്ട് വെരി ഇമ്പോർട്ടൻറ്റ് വൺ ദാറ്റ് എൻഡ് ഇൻ AG. അപ്പോൾ എപ്പോഴും ഓൾവേസ് ആൻ ഇൻട്രോൺ ബിഗിൻസ് വിത്ത് GU ആൻഡ് എൻഡ് ഇൻ AG. ദെൻ ഇപ്പോൾ പിരമിഡൻ റിച്ച് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. പിരമിഡൻ റിച്ച് ആയിട്ടുള്ള ഏരിയ അത് എവിടെയാണ്? നിയർ ടു 3' സ്പ്ലൈസ് സൈറ്റ്. ദെൻ ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് സൈറ്റ്. ബ്രാഞ്ച് സൈറ്റിൽ എന്തുണ്ട്? ഇവിടെ C, ദെൻ യുറാസിൽ പ്യൂരിൻ, ഏതെങ്കിലും ഒരു പ്യൂരിൻ, ദെൻ അഡിനിൻ പിരമിഡൻ, ഏതെങ്കിലും ഒരു പിരമിഡൻ. അപ്പൊ ഇവിടെയും ഓർക്കേണ്ടത് this conserved nitrogen base adenine is very important. Adenine is conserved in all genes. അപ്പൊ ഇവിടെ
ഞാൻ ഈ പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ടത് എന്താ? ഇൻട്രോൺ always begins with the GU and end with the AG, and the branch site A adenine is unique. Okay, then നമുക്ക് അതിന്റെ പ്രോസസ് നോക്കാം ചെറുതായിട്ട്. ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ സ്പ്ലൈസിംഗിൽ നമുക്ക് എന്താണ് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് the first step is the binding of U1 to GU. ഫസ്റ്റ് സ്റ്റെപ്പ് ഉണ്ടോ? ഇവിടെ GU നമുക്ക് അറിയാമല്ലോ എവിടെയാണ് റേഡിയേഷൻ സ്പ്ലൈസിൽ തുടങ്ങുന്നത് GU. അവിടെ ഇതിപ്പോ നമ്മുടെ ഡയഗ്രമാറ്റിക് ആയിട്ട് നോക്കാതെ ഇത് എക്സോൺ 1, ഇത് എക്സോൺ 2 ആണ്. ഇപ്പൊ ഇവിടെ നമുക്ക് സ്പ്ലൈസ് ചെയ്യേണ്ട ഏരിയ ആണ് ഇവിടെ ഇത്രയും, ഇത് മുതൽ ഇതുവരെ ഉള്ളതാണ് ഇൻട്രോൺ. ഇൻട്രോൺ ബിഗിൻ വിത്ത് GU ആൻഡ് എൻഡ് വിത്ത് AG. ഇവിടെ ബ്രാഞ്ച് സൈറ്റിലെ A. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ ആദ്യം ചെയ്യുന്നത് U1 will bind to GU in the 5' splice site. Then U2 is bind to the adenine branch and adenine in the branch site. Okay. Then in അടുത്ത important ആയിട്ടുള്ള മറ്റൊരു കാര്യം, നെക്സ്റ്റ് ദ ട്രൈമർ ഓഫ് U4, U6, U5 SNRനെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉള്ളത് കണ്ടോ. ട്രൈമർ ഇതാണ്, ഏതെല്ലാം U4, U6, U5. അത് ഇൻട്രോൺ റീജിയനിൽ മൊത്തമായിട്ട് ബൈൻഡ് ചെയ്യും. Next, the trimer U4, U6, U5 SNRNP is bind at the intron region, completing the splices assembly. Okay. So, ഇത് വരുന്നതോടുകൂടെ ഒരു ലാരേറ്റ് ഫോം ചെയ്യും. വെരി ഇമ്പോർട്ടൻറ്റ്. പ്രിയമാറിനെ സ്പ്ലൈസിംഗിൽ യൂണിക് ആയിട്ടുള്ള കാര്യമാണ് ലാരേറ്റ് ഫോർമേഷൻ. ഓക്കെ. അപ്പോൾ അത് കണ്ടോ, ലാരേറ്റ് ഇസ് ഫോംഡ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നു? U1 bind to the GU, U2 to the adenine. Then in the entire intron region, the U4, U6, U5 will assemble. Then a layerate is formed like this. Okay. Then adutha, very important, two trans-esterification reactions are there. What is trans-esterification reaction? I already mentioned in my video on splicing. I'm not repeating. In any way, first splicing cut ചെയ്ത് കളയണമല്ലോ. We have to remove it. First GU. This will cut with the help of the OH group of adenine OH group of this adenine drawn here a little away because there is no space. This is actually, it is part of adenine. This OH will act as a nucleophile. This will attack here. Okay. Then GU will be removed. അപ്പോൾ അടുത്തപ്പോൾ എക്സോൺ റിലീസ് ചെയ്തു കണ്ടോ, എക്സോൺ ഇതാ റിലീസ് ചെയ്തു. അപ്പോൾ അടുത്ത് GU, this will attach with the adenine. Adenine ഈ OH ഇവിടെ ഉണ്ട്. OH is here. So the OH of adenine ഏത് അറ്റാച്ച് ചെയ്യും? GU will attach. അപ്പോൾ ഒരു ലാരേറ്റ് പോലെ കണ്ടോ, ലാരേറ്റ്. ആ ലാരേറ്റ് കംപ്ലീറ്റ് ആയി. ഇതിപ്പോൾ GUയുടെ കണ്ടോ, GU അഡിനുമായിട്ട് ചേർന്നിരിക്കുകയാണ്. ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടായി. ക്ലിയർ അല്ലേ? അപ്പൊ ഇനി എവിടെ കട്ട് ചെയ്യണം? വേർ ഹാവ് ടു കട്ട്? AG. ദാറ്റ് ഈസ് 3' എൻ സ്പ്ലൈസ് സൈറ്റിലൂടെ കട്ട് ചെയ്യണ്ടേ. അതെങ്ങനെയാണെന്ന് നോക്കാം. ദാറ്റ് ഈസ് സെക്കൻഡ് ട്രാൻസ്-എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ. അതിൽ ഇതാണല്ലോ എക്സോൺ 1. എക്സോൺ 1ലെ 3' എൻഡ്. അപ്പൊ 3' എൻഡിൽ ഒരു OH, ദാറ്റ് OH will act as a nucleophile and will attack the AG region. Okay. Then exon and X2, exon 2 നമുക്ക് കിട്ടി. രണ്ടും കൂടെ ചേർന്നത് മിച്ചർ mRNA ആയി. Then this layer it will be removed. Okay. So ഞാൻ നേരത്തെ സ്പീഡിൽ പറഞ്ഞത് മറ്റേ സ്പ്ലൈസിങ് വീഡിയോ കാണുമ്പോൾ വ്യക്തമായിട്ടും മനസ്സിലാവും. ഓക്കെ. അപ്പൊ നമ്മുടെ ആൻസർ ഇവിടെ ഇതാണ്. എന്താ പ്രൈമറായിട്ട് കാണുന്നത് ഏതാണെന്നുള്ളതാണ്. ഇവിടെ ആൻസർ ഏതായിരിക്കും? ആൻസർ 4 ആണ്. 4ല് എന്താണ് എളുപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്. ഇവിടെ U3 ഇല്ല. ഇപ്പൊ U3 ഇല്ല. വെരി ഇമ്പോർട്ടൻറ്റ്, ഓർത്തിരിക്കുക. അപ്പോൾ ആൻസർ 4 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following statements about determination of ABO blood types is incorrect? ABO blood group is a simple question. ABO blood types are determined by 3 alleles. Yes, the IA, IB, small I. 4 blood group
phenotypes are produced by 6 genotypes. Okay. 1, 2, 3, 4, 5, 6. It's a very simple question I told you. Is also correct. Parents with the type A and type B could produce a type of child. So that is also very simple. Then universal donors with the O blood group type do not carry antibodies against A and B. It's not correct, because both the antibodies will be there, but no antigens are there. You see, O blood group, no antigen, but both antibodies are there. So what is the answer? Then which one of the following is the major antibody in the early stages of primary immune response? Early stages of primary immune response. Similar questions are asking frequently. So you read it. You see, immunoglobulin M, it is the first antibody produced in a primary response to antigen. It is also the first antibody to be synthesized by the neonate. Neonate because of this large size, ഇത് ലാർജ് ഇമ്യൂണോഗ്ലോബുലിനാണ്. അതുകൊണ്ട് മാക്രോഗ്ലോബുലിൻ എന്നും പറയും. ഇത് ഓരോ ഇമ്യൂണോഗ്ലോബുലിന്റെ പ്രധാനപ്പെട്ട ചില പോയിന്റ്സ് ആണ് ഞാൻ തന്നിരിക്കുന്നത്. ഇമ്യൂണോഗ്ലോബുലിൻ എ, ഇമ്യൂണോഗ്ലോബുലിൻ എ നമുക്കറിയാമല്ലോ, പ്രോസസ് ദ സെല്ലുലാർ ബാരിയർ. അതുകൊണ്ട് മിൽക്ക്, സലൈവ, ടിയർസ്, കൊളസ്ട്രോൾ എല്ലാം കാണുന്നതാണല്ലോ. ഇവിടെ ഇമ്യൂണോഗ്ലോബുലിൻ എ ഇൻ ദ മിൽക്ക് വിൽ പ്രൊവൈഡ് എൻഡറിക് പ്രൊട്ടക്ഷൻ but not absorbed. Very important point. It provide enteric protection of the baby, but not absorbed. But immunoglobulin G, immunoglobulin G, it is the most abundant type of immunoglobulin. G. It is the only antibody that can cross placenta. Okay. Even though immunoglobulin A is present in the milk, it is not absorbed. Hence, the placentally transferred immunoglobulin G will provide cover for the first few months of life. Sometimes students will make mistake that immunoglobulin A is present in mother's milk. Then why not is cover protection for the baby for the first few months? Reason is that it's not absorbed. Then immunoglobulin D, it comprises less than 1%. And immunoglobulin G, abundant type. Here it is less than 1% of the total immunoglobulin. Function of immunoglobulin D not well established. Immunoglobulin E involved in type 1 hypersensitivity reaction. Hypersensitivity, different types on the separate video on the continue. Then fourth question, which one of the following statements about human transposons is incorrect? Similar question was asked in morning shift also. Lines are autonomous active transposable elements in humans. Signs and lines are retrotransposon. Human genome contains many more copies of retrotransposons. Lines and signs contain LTR elements that initiate transposon. ഇതും ഇൻകറക്റ്റ് ആണ്. ഇതില് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതാണ് മോർണിംഗ് ഷിഫ്റ്റില്. ഓക്കെ, റിട്രോ ട്രാൻസ്പോസോൺ ഓടിച്ച് നോക്കുക. LTR retrotransposons and non-LTR retrotransposons രണ്ട് ഗ്രൂപ്പ് ഉണ്ട്. ഇവിടെ LTR എന്ന് പറയുമ്പോൾ രണ്ട് സൈഡും LTR ഉണ്ട്. കണ്ടോ, വെരി മച്ച് ലൈക്ക് റിട്രോ വൈറസ് ആയതുകൊണ്ടാണ് സോ ദേ ആർ കോൾഡ് റിട്രോ വൈറസ് ലൈക്ക് എലിമെന്റ്സ് എന്ന് പറയുന്നത്. Then most abundant mobile elements in mammals that lacks LTR, അതാണ് നോൺ LTR. മനസ്സിലാക്കുക. It is also called a poly-A retrotransposon. കാര്യം LTR retrotransposonsil ഇല്ലാത്ത മറ്റൊരു കാര്യമാണ്. അതിനെ പോളി-A ടെയിലുണ്ട്. കണ്ടോ, എ അടിക്കുക. ഓക്കെ, ഇതെല്ലാം മറ്റ് വീഡിയോയിൽ പറഞ്ഞതാണ്. Adjacent to the 3' there is AT ratio. Okay, then non-LTR retrotransposon 2 types ഉണ്ട്. സൈൻസ് ആൻഡ് ലൈൻസ്. സൈൻസ് ആൻഡ് ലൈൻസും എന്താണ് വ്യത്യാസം? അപ്പോൾ സൈൻസ് ആൻഡ് ലൈൻസ് ഏതാണ്? non-LTR retrotransposon ആണ്, ഓർത്തിരിക്കുക. ഇനി ഇത് രണ്ടും എങ്ങനെ വ്യത്യാസപ്പെടുക? ലൈൻസിലാണെങ്കിൽ എന്താ ഓട്ടോണോമസ് ആണെന്നാൽ സയൻസ് നോൺ ഓട്ടോണോമസ് ആണ്. ഓക്കെ, ബാക്കിയുള്ളതെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസറിലോട്ട് വരാം. എന്താ ഹിയർ ലൈൻസ് ആർ ഓട്ടോണോമസ് ആക്റ്റീവ് ട്രാൻസ്പോസബിൾ എലിമെന്റ്സ് ഇൻ അതെ ലൈൻസ് ആർ ഓട്ടോണോമസ് ആക്റ്റീവ്. ലൈൻസ് ഓട്ടോണോമസ് ആണല്ലോ. സയൻസ് ആൻഡ് ലൈൻസ് ആർ റിട്രോട്രാൻസ്. ഓക്കെ, human genome contain many copies of retrotransposon than DNA transposon. Lines and signs contain LTR elements. അല്ലല്ലോ, അത് നോൺ LTR അല്ലേ. അപ്പോൾ അതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. 4 ആണ് ആൻസർ. ഓക്കെ, then next question,
which of the following statement is correct for early embryonic development? The early embryonic development. Today I have discussed everything in detail about the commitment and specification in another video. So, what is the commitment? Is the stage of developing embryo in which the fate of a cell is decided. The process of commitment can be divided into two stages: in the specification and determination. The first stage is specification, and the second stage is determination. Specification is a labile phase, so it is not fixed. So in this stage, commitment is reversible. In determination, commitment is fixed, so commitment is reversible. It's a simple thing. So the answer here we can say is the first one. The first stage of commitment is termed as specification, and the second stage is determination. Then next question, one of the following hormones elicits it's a cellular response by producing cyclic AMP as a second messenger. Here, in order to understand, you see this. Second messenger system എല്ലാം GPCR എടുത്തപ്പോഴും നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചതാണ്. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് multiple hormones utilize the same second messenger system. Multiple hormones utilize the same second messenger. You see, epinephrine, norepinephrine, glucagon, utilizing the നമ്മളോട് ചോദിച്ചിരുന്ന calcitonin, parathyroid, ഇതെല്ലാം എന്താ ഉപയോഗിക്കുന്നത് സൈക്ലിക് AMPs പിന്നെ സെക്കൻഡ് മെസ്സഞ്ചർ സിസ്റ്റം ആണല്ലോ. അതുപോലെ അടുത്തൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് സിംഗിൾ ഹോർമോൺ ക്യാൻ യൂട്ടിലൈസ് മോർ ദാൻ വൺ സിസ്റ്റം. ഇതെല്ലാം ഓപ്ഷനിൽ വന്ന് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളതാണ്. സിംഗിൾ ഹോർമോൺ ക്യാൻ യൂട്ടിലൈസ് മോർ ദാൻ വൺ സിസ്റ്റം. നോക്കാം, എപ്പിനെഫ്രിൻ വെച്ച് നോക്കാം. എപ്പിനെഫ്രിൻ ഇവിടെ എപ്പിനെഫ്രിൻ. അപ്പൊ സിംഗിൾ ഹോർമോൺ ക്യാൻ യൂട്ടിലൈസ് മോർ ദാൻ വൺ സിസ്റ്റം. ഇവിടെ എന്താ സൈക്ലിക് AMP മെസ്സഞ്ചറാണ്, പിന്നെ സെക്കൻഡ് മെസ്സഞ്ചർ. ഇവിടെയാണ് കാൽഷ്യം ഇനോസിറ്റോൾ ട്രൈഫോസ്ഫേറ്റ്. നമുക്ക് കാൽഷ്യം ഇനോസിറ്റോൾ ട്രൈഫോസ്ഫേറ്റ് ഏതിൽ വരും? IP3 ബാഗ് പാത്തയിൽ വരും അല്ലെ. ഇതെല്ലാം ഭംഗിയായിട്ട് നമ്മൾ പഠിച്ച നമുക്ക് മറ്റ് GPCR പാത്തുവരും ഡാഗ് പാത്തുവരും എല്ലാം പഠിക്കുന്നതാണ്. അത് നന്നായിട്ട് പഠിച്ചിട്ടുള്ളവർക്ക് ഇത് വളരെ സിമ്പിൾ കാര്യമാണ്. ഇവിടെ സൈക്ലിക് AMP ഏതിലാണ് വരുന്നത്? ശരിക്കും ബീറ്റ അഡ്രിനാർജിക് റിസപ്റ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്ന GPCRൽ വരുന്നത് തന്നല്ലോ ആണ്. അപ്പോ എന്തായാലും ഇവിടെ ആൻസർ എന്താണ്? Answer is calcitonin. Okay, so then let's meeting of sperm and eggs in dilute concentration is one of the challenges of external fertilization. Which one of the following proteins helps in overcoming the challenges? Binding, resact, ovastatin. This question is from the fertilization in Csir. This is also very simple question. Direction of sperms towards egg is provided by certain chemotactic molecules. A characteristic example is resact, produced by Arabia punctata എന്ന് പറയുന്ന Csir. അതുപോലെ ഒരു സിമിലർ sparact, produced by Csir, Strongylocentrus perforatus and Hemicentrus percherimus. ഇതെല്ലാം ഇതാണ് direction സഹായിക്കുന്ന sperm. So the answer is 2. Okay. Juvenile hormones is secreted by which of the following glands? So, it's a direct question. Corpus luteum is answer. Then, which one of the following pollutants does not concentrate in organisms at a higher trophic levels due to biobractification? Mercury, phosphate, persistent organic pollutants, selenium. You see here the phosphate. Phosphate does not show this biobractification. In this option, here phosphate is an essential nutrient for living organism, but it does not exhibit biomass. So answer phosphate or not. See, next question. Which one of the following is not an example of learning? So which one of the next question. Phylloderm is derived from. It's very simple question. Say, this is for everybody know. Then
Next question. Which of the following is not an example of learning? See, here imprinting, operant conditioning, habituation, these are all example of learning, you know. So fixed action pattern is a sequence of unlearned innate behavior that is unchangeable. FAP is also known as instinct behavior because it is determined by a gene of an organism. There is familiar, 3 examples on the, several examples are there, but it's a familiar example frequently asking in the question in exam, that is, what about the, in Greylang goes, the spelling mistake, say, egg rolling behavior, this goose, very familiar example, the goose rolls the egg back to the nest during side to side head motion like this. Okay, this is kind of example. Then, if you like this video, please subscribe, share, like, and comment. Thank you.